الحمد لله الذي أسبغ نعمه علينا وألف بين قلوبنا وأعز بالاتحاد وطننا، ونشهد أن لا إله إلا الله، ونشهد أن سيدنا محمد رسول الله صلى الله وسلم وبارك عليه وعلى آله وصحبه ومن والاه. أما بعد فأوصيكم عباد الله ونفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون، واعتصموا بحبل الله جميعا ولا تفرقوا. വിശ്വാസികളെ, അല്ലാഹുവിന് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ആമുഖമായി വസിയ്യത്ത് ചെയ്യുകയാണ്. 54 വർഷങ്ങൾക്ക് മുമ്പ് ഉദയം ചെയ്ത ഈ രാജ്യത്തിൻ്റെ ചരിത്രം അതിമഹത്തായ ഒരു ചരിത്രമാണ്. പ്രവാസികൾ എന്ന നിലക്ക് നമ്മുടെ എല്ലാവരുടെയും ചരിത്രമാണ് അത്. ഈ ചരിത്രത്തിന് പിന്നിൽ ഒരു വലിയ കഥയുണ്ട്. ആ കഥ പ്രക്ഷോഭിതമായ ഒരുപാട് നാഴികക്കല്ലുകൾ താണ്ടിയുള്ളതാണ്. ഒരുപാട് ദീപ്തമായ സ്മരണകൾ ആ കഥക്ക് പിറകിലുണ്ട്. നേതൃത്വത്തിൻ്റെ ഇച്ഛാശക്തിയും മനക്കരുത്തുമാണ്, ഐക്യബോധവുമാണ് ആ കഥയ്ക്ക് പിന്നിലുള്ളത്. അതാണ് UAE-യുടെ ചരിത്രം. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന ഒരു രാജ്യം രൂപം കൊള്ളുന്നത് 54 വർഷങ്ങൾക്ക് മുമ്പാണ്. ആ വ്യത്യസ്ത എമിറേറ്റുകളുടെ ഐക്യം ഒരു വലിയ ചരിത്രമാണ് നമ്മോട് പറയുന്നത്. നിരന്തരമായ പരിശ്രമത്തിൻ്റെ ചരിത്രം, ലോകത്തുള്ള മനുഷ്യരുടെ ജീവിത രീതി തന്നെ മാറ്റിമറിച്ച ഒരു ചരിത്രം. ലോകത്തിൻ്റെ ഭൂപടത്തിൽ ഒരു പുതിയ പേജായി UAE വന്നു. ആ പേജിനൊരു ഹെഡിങ് ഉണ്ടായിരുന്നു. അത് ഐക്യത്തിൻ്റേതായിരുന്നു, സുസ്ഥിരതയുടേതായിരുന്നു, പുരോഗതിയുടേതായിരുന്നു, അഭിവൃദ്ധിയുടേതായിരുന്നു. ഈ പേജ് ഉയർത്തിക്കൊണ്ടുവന്ന മനുഷ്യന്മാർ അവരോർമ്മിച്ചത് ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും എന്ന അള്ളാഹുവിൻ്റെ വചനമാണ്. അള്ളാഹു നിങ്ങൾക്ക് ചെയ്യുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കണം. പുരാതന ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, ഇതൊരു യുണൈറ്റഡ് അറബ് റിപ്പബ്ലിക് ആകുന്നതിന് മുമ്പ് കഠിനമായ ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് ഈ പ്രദേശം കടന്നുപോയത്. എല്ലാ മേഖലകളിലും പലതരത്തിലുള്ള കാഠിന്യമുണ്ടായിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാരുണ്യം കൊണ്ട് അതൊക്കെ മാറ്റിമറിച്ചു. ഒരുപാട് നന്മകൾ ഈ മരുഭൂമിയിൽ അല്ലാഹു വാരി വിതറി. നമ്മളൊക്കെ ഇവിടെ എത്തിയത് ആ വാരി വിതറപ്പെട്ട നന്മയുടെ ഭാഗമായാണ്. അഗാധമായ ജ്ഞാനവും സൂക്ഷ്മമായ ഉൾക്കാഴ്ചയും ശക്തമായ ഇച്ഛാശക്തിയുമുള്ള
ഒരു നേതാവ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചു. അഷേഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ തയ്യബല്ലാഹു സറാഹ്. അദ്ദേഹം വ്യത്യസ്തമായി ചിതറിക്കിടന്ന എമിറേറ്റുകളുടെ ഐക്യം, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം, ചിന്ത, ആഗ്രഹം. അതിനദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് 2 വചനങ്ങളാണ്. അതിലൊന്ന് വലാ തനാസഉ ഫതഫ്ശലു വതദ്ഹബ റീഹുക്കും, നിങ്ങൾ ഭിന്നിക്കരുത്, ഭിന്നിച്ചാൽ പരാജയപ്പെടും. വതദ്ഹബ റീഹുക്കും, നിങ്ങളുടെ വീര്യം നഷ്ടപ്പെട്ടു പോകും. രണ്ടാമത്തെ വചനം വതആവനു അലൽ ബിർരി വത്തഖ്വ, പുണ്യത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, തഖ്വയ്ക്ക് വേണ്ടി നിങ്ങൾ പരസ്പരം സഹകരിക്കണം. ഈ വചനം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം സമൂഹത്തെ ക്ഷണിച്ചു ഐക്യത്തിലേക്ക്. അതിനുവേണ്ടി പരിശ്രമിച്ചു. വ്യത്യസ്തമായി കിടന്ന സമൂഹത്തെ ഒന്നിപ്പിച്ചു. വ്യത്യസ്ത എമിറേറ്റ്സുകളിലെ നായകന്മാർ ഈ ശബ്ദം ചെവിക്കൊണ്ടു. അങ്ങനെ അവർക്കിടയിൽ ഐക്യമുണ്ടായി. കാരണം അള്ളാഹു നോക്കുന്നത് അവരുടെ നിയ്യത്തിലേക്കായിരുന്നു. അവരുടെ നിയ്യത്ത് സത്യസന്ധമായിരുന്നു. അവർ മനോദാർഢ്യത്തോടുകൂടി ഉറച്ചു നിന്നു. അവരുടെ സമൂഹത്തിന്, ജനതക്ക് നന്മയുണ്ടായി, രാജ്യത്തിന് പുരോഗതി ഉണ്ടായി. അള്ളാഹു അവരുടെ നിയ്യത്തിൻ്റെ ശുദ്ധി കൊണ്ട് വിജയത്തിൻ്റെ പടിപടികൾ കയറിപ്പോകാൻ ഈ രാജ്യത്തിന് തൗഫീഖ് നൽകി. അള്ളാഹു പറഞ്ഞത് എത്ര സത്യം! ഇൻ യഅലമില്ലാഹു ഫീ ഖുലൂബികും ഖൈറൻ യുതികും ഖൈറ, നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത് നന്മയാണെന്ന് അള്ളാഹു അറിഞ്ഞാൽ അള്ളാഹു തിരിച്ചു നന്മ നൽകും. അങ്ങനെയാണ് ഈ രാജ്യം രൂപം കൊണ്ടത്. അതാണ് ഈ രാജ്യത്തിൻ്റെ കഥ. അങ്ങനെ അനുഗ്രഹീതമായ ഐക്യത്തിൻ്റെ ഒരു വലിയ മാല കോർക്കപ്പെട്ടു. അതാണ് ദൗലത്തുൽ ഇമാറാത്ത് അൽ അറബിയ്യത്തുൽ മുത്തഹിദ. ഇതാണ് UAE-യുടെ കഥ. ഷെയ്ഖ് സായിദ് തയ്യബല്ലാഹു വസറാഹ്, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും വ്യത്യസ്ത രാജ്യങ്ങളിലുള്ളവർ, അവരെല്ലാവരും കൂടി ഒന്നിച്ചു നിന്ന് ഈ നന്മയുടെ താക്കോലുകളായി അവർ മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഓർമ്മിപ്പിച്ചു, ഇന്ന ഹാദൽ ഖൈറ ഖസാഇൻ വലിതിൽക്കൽ ഖസാഇനി മഫാതീഹ്. ഈ നന്മ എന്ന് പറയുന്നത് വലിയ നിധികളും ഖജാനകളുമാണ്. അവക്കൊക്കെ താക്കോലുകളുണ്ട്. ഫതൂബാ ലിഅബ്ദിൻ ജഅലഹു അല്ലാഹു മിഫ്താഹൻ ലിൽ ഖൈർ മിഗ്ലാഖൻ ലിശ്ശർ. അല്ലാഹു നന്മയുടെ താക്കോലും തിന്മയുടെ പൂട്ടുമായി മാറ്റുന്ന ദാസൻ, ആ ദാസനാണ് ഭാഗ്യവാൻ. അതായിരുന്നു ഷെയ്ഖ് സായിദ് റഹിമഹുല്ലാഹ്. അങ്ങനെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്തോടുകൂടി അത് പൂർത്തിയായി. അള്ളാഹു ഓർമ്മിപ്പിക്കുന്നുണ്ട്, വഅല്ലഫ ബൈന ഖുലൂബിഹിം ലൗ അൻഫഖ്ത മാ ഫിൽ അർദി ജമീഅൻ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം വലാകിന്ന അല്ലാഹ അല്ലഫ ബൈനഹും. അള്ളാഹുവാണ് അവരുടെ ഹൃദയങ്ങൾക്കിടയിൽ രജ്ഞിപ്പുണ്ടാക്കിയത്. ഭൂമിയിലുള്ള മുഴുവൻ ചെലവഴിച്ചാലും അവർക്കിടയിൽ യോജിപ്പുണ്ടാക്കാൻ സാധിക്കുമായിരുന്നില്ല. വലാകിന്ന അല്ലാഹ അല്ലഫ ബൈനഹും, പക്ഷേ അള്ളാഹുവാണ് അവർക്കിടയിൽ യോജിപ്പും രജ്ഞിപ്പും ഉണ്ടാക്കിയത്. അങ്ങനെ UAE വളർച്ചയുടെ പാത ഒരുപാട് പിന്നിട്ടു.
മുമ്പുണ്ടായിരുന്ന അവസ്ഥകളൊക്കെ മാറി. ഒരുപാട് സ്വപ്നങ്ങൾ, അത് കേവലം സ്വപ്നങ്ങളായിരുന്നില്ല. പുരോഗതിയിലൂടെ, നേട്ടങ്ങളിലൂടെ ആ സ്വപ്നങ്ങളൊക്കെ UAE-യിൽ യാഥാർത്ഥ്യമായി. സർവമേഖലകളിലും ഈ രാജ്യം മുന്നേറി. എല്ലാവരും ഈ രാജ്യത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാറ്റിലും മുൻപന്തിയിലാകാൻ ഈ രാജ്യം മത്സരിച്ചു. അള്ളാഹുവിൻ്റെ ദീൻ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടു. പള്ളികൾ ഒരുപാട് ഉയർന്നു. വിശുദ്ധ ഖുർആനിന് വേണ്ടിയുള്ള സേവനങ്ങൾ ഒരുപാടുണ്ടായി. സ്കൂളുകളും യൂണിവേഴ്സിറ്റികളും സ്ഥാപിക്കപ്പെട്ടു. വലിയ വലിയ ഹോസ്പിറ്റലുകളുണ്ടായി. അതിനേക്കാളൊക്കെ ഉപരി സുരക്ഷയും സമാധാനവും ഉണ്ടായി. മനുഷ്യൻ സുരക്ഷിതത്വത്തിന് വേണ്ടി വരുന്ന ഒരു പ്രദേശമായി ഇത് മാറി. അഥവാ ലോകനാഗരികതയുടെ മൂപ്പടത്തിൽ അത്യുന്നതമായ ഒരു അടയാളമായി ഗവേഷണങ്ങളിലൂടെ, പഠനങ്ങളിലൂടെ, പുരോഗതികളിലൂടെ, സംസ്കാരങ്ങളിലൂടെ ഈ രാജ്യം മാറി. ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ ഓർമ്മിപ്പിച്ചു, ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാരോടും ഇവിടെ ജീവിക്കുന്നവരോടും വഷ്കുറൂ ലില്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, ഈ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് മുഴുവൻ നിങ്ങൾ അള്ളാഹുവിനോട് കൂറ് കാണിക്കണം. നിങ്ങൾ അവനെ മാത്രമാണ് ആരാധിക്കുന്നതെങ്കിൽ. നമുക്കറിയാം, ഇന്ന് ഇത് സ്ഥാപിച്ച മഹാന്മാരായ മനുഷ്യന്മാരുടെ പാതയിലൂടെയാണ് ഇന്നത്തെ പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് ഹഫിളഹുല്ലാ ഈ രാജ്യത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സത്യത്തിൽ ദേശൈക്യത്തിൻ്റെയും സാമൂഹ്യ ഭദ്രതയുടെയും പതറാത്ത സുരക്ഷിതത്വത്തിൻ്റെയും ഒരടയാളമാണ് ഈ രാജ്യം. വലിയ പ്രതീക്ഷയുണ്ട് ലോകത്തിന് ഈ രാജ്യത്ത് നിന്ന്. മനുഷ്യത്വത്തിൻ്റെ ഉറവകൾ ഈ രാജ്യത്ത് നിന്നാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തെ ഭരണാധികാരികളും പ്രജകളും തമ്മിലുള്ള ബന്ധം ഉപ്പയും മക്കളും തമ്മിലുള്ള ബന്ധമാണ്. അവർക്കിടയിലുള്ള സ്നേഹം അതാണ്. ഒരുമിച്ചുള്ള പ്രവർത്തനമാണ്. നിരന്തരമായ ദുആ ആണ്, പ്രാർത്ഥനയാണ് ഇവരുടെ ജീവിതം. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് എത്ര സത്യം! ഖിയാറു അയിമ്മതിക്കും അല്ലദീന തുഹിബ്ബൂനഹും വയുഹിബ്ബൂനക്കും വയുസല്ലൂന അലൈക്കും വതുസല്ലൂന അലൈഹിം. നിങ്ങളുടെ നേതാക്കളിൽ ഏറ്റവും ഉത്തമർ, നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു, അവർ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത്തരത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹമുള്ള ഒരു പ്രദേശത്താണ് നാം ജീവിക്കുന്നത്. അതിന് അള്ളാഹുവിനോട് ശുക്ർ കാണിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്കാവണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. الحمد لله وحده والصلاة والسلام على من لا نبي بعده أما بعد. സഹോദരങ്ങളെ, ഈ ഐക്യത്തിൻ്റെ സൂര്യൻ ഉദിച്ചുയർന്നതോടുകൂടി ഒരുപാട് നന്മകളാണ് ഈ പ്രദേശങ്ങളിൽ ഉദിച്ചത്. ആ നന്മകൾ അനുഭവിക്കുന്നവരാണ് മറ്റുള്ളവരെക്കാൾ നമ്മളെല്ലാവരും. അതുകൊണ്ട് എപ്പോഴും ഐക്യത്തിൻ്റെ, ഭദ്രതയുടെ ആ കഴിവ്, ശക്തി നമ്മളെല്ലാവരും ഉൾക്കൊള്ളണം. അനൈക്യം ആപത്താണ്. ഐക്യം സമൂഹത്തിന് ഒരുപാട് നന്മകൾ നൽകും. ഈ ഐക്യപ്പെടുത്തിയ ഈ സാഹചര്യത്തിൽ ജീവിക്കാൻ അനുഗ്രഹം നൽകിയതിന് റബ്ബിനോട് നാം ശുക്ർ ചെയ്യണം. ഈ ഐക്യം കാത്തു സൂക്ഷിക്കാൻ നാം കടപ്പെട്ടവരാണ്. നമ്മൾ ഓർക്കണം, ഒരുപാട് പരിശ്രമങ്ങളിലൂടെയാണ് ഇത് രൂപപ്പെട്ടത്. ഒരുപാട് മനുഷ്യരുടെ ഉള്ളിലുള്ള സന്മനസ്സും നല്ല നിയ്യത്തുമാണ് ഇതിന് കാരണം.
ദീർഘമായ സഹനവും ക്ഷമയും ഇതിന് പിന്നിലുണ്ടായിട്ടുണ്ട്. സഹോദരങ്ങളെ, ഏതൊരു പ്രദേശത്തിൻ്റെയും ഐക്യം രൂപപ്പെടുന്നത് ഉടമ്പടികളിലൂടെയാണ്, കടപ്പാടുകളിലൂടെയാണ്, കരാറുകൾ പൂർത്തീകരിക്കുന്നതിലൂടെയാണ്. അള്ളാഹു പറഞ്ഞല്ലോ, വഔഫു ബിൽ അഹ്ദ് ഇന്നൽ അഹ്ദ കാന മസ്ഊല. കരാറുകൾ നിങ്ങൾ പൂർത്തീകരിക്കണം. കാരണം ചെയ്യപ്പെട്ട കരാറുകൾ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ നന്മ നമ്മൾ ആഗ്രഹിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. കുട്ടികളെ ആ ചരിത്രം പഠിപ്പിക്കണം. നമ്മുടെ കുട്ടികൾ ഈ ഐക്യത്തിൻ്റെ ആളുകളായി മാറണം. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞതുപോലെ കൽബുന്യാൻ യശുദ്ദു ബഅ്ദുഹു ബഅ്ദാ. നാം ജീവിക്കേണ്ടത് ഒരു ബിൽഡിംഗ് പോലെയാകണം. ഒരു ബിൽഡിങ്ങിൻ്റെ വ്യത്യസ്തമായ പാർട്ടുകളാണ് ആ ബിൽഡിങ്ങിനെ പിടിച്ചു നിർത്തുന്നത്. ഒരുപാട് പ്രതിസന്ധികളെ, വെല്ലുവിളികളെ ഈ രാജ്യം നേരിട്ടിട്ടുണ്ട്. ഈ രാജ്യത്തിനൊരു മൂല്യമുണ്ട്, അതിനൊരു ഐഡന്റിറ്റിയുണ്ട്. അത് കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് ആ രാജ്യം മുമ്പോട്ട് പോകുന്നത്. അത് അള്ളാഹുവിനോടുള്ള കടപ്പാടാണ്. അതിനുശേഷം നേതൃത്വത്തോടുള്ള കടപ്പാടാണ്. ഈ രാജ്യത്ത് ജീവിക്കുന്നവരെന്ന നിലക്ക് നാം നമ്മുടെ സ്വഭാവ സംസ്കാരത്തിൽ ഉത്തമ മാതൃകകളായി മാറാൻ ശ്രമിക്കണം. സഹിഷ്ണുതയും സാഹോദര്യബോധവും കൊടുക്കാനുള്ള തോന്നലുമാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ചരിത്രം എന്ന് പറയുന്നത്. ഓർക്കണം, നമ്മെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തമാണ് ഈ രാജ്യം. നമുക്ക് ഏൽപ്പിക്കപ്പെട്ട അമാനത്താണ് ഈ രാജ്യം. അതുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ മുൻ ഭരണാധികാരികൾ, നേതൃത്വം, അവരെ നയിച്ചത് ഒരു വാചകമായിരുന്നു, മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ അഹദുല്ലാഹ അലൈഹി. വിശ്വാസികളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ആണുങ്ങളുണ്ട്. അവർ അള്ളാഹുവിനോട് ചെയ്ത കരാർ അവർ പൂർത്തീകരിച്ചിട്ടുണ്ട്. ആ കരാർ പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഒരുപാട് രക്തസാക്ഷികൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ രക്തസാക്ഷികൾ അവരുടെ രക്തം കൊണ്ട് ഈ രാജ്യത്തെ പടുത്തുയർത്തിയതാണ്. അവരിന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അള്ളാഹുവിൻ്റെ അടുത്ത് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വലിയ പ്രതിഫലം നൽകട്ടെ. വശുഹദാഉ ഇൻദ റബ്ബിഹിം ലഹും അജ്റുഹും വനൂറുഹും. ശുഹദാക്കൾ, രക്തസാക്ഷികൾ, അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ, അവരുടെ റബ്ബിൻ്റെ അടുക്കൽ അവർക്ക് വലിയ പ്രതിഫലമുണ്ട്. വലിയ പ്രകാശത്തിലാണ് അവർ ജീവിക്കുന്നത്. അവരുടെ രക്തമാണ് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ഈ സമാധാനവും സുരക്ഷിതത്വവും എന്ന ബോധം നമുക്കുണ്ടാകണം. അള്ളാഹു അവരിൽ നിന്നും നമ്മിൽ നിന്നുമൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ തഖബ്ബൽ ശുഹദാഅനാ വബാരിക് ഫി ഇത്തിഹാദി ഇമാറാത്തിനാ വഅദിം തആലുഫ ഖുലൂബിനാ വജ്തിമാഅ കലിമത്തിനാ. اللهم صل وسلم على نبينا محمد خاتم المرسلين وعلى آله وصحبه والتابعين. وارض اللهم عن أبي بكر وعمر وعثمان وعلي وعن سائر الصحابة الأكرمين. اللهم اجعلنا بك مؤمنين ولك عابدين وبحقوق الاتحاد قائمين وبوالدينا بارين وارحمهم كما ربونا صغارا يا أرحم الراحمين. اللهم احفظ دولة الإمارات وسائر بلاد المسلمين. اللهم احفظ بحفظك الشيخ محمد بن زايد رئيس الدولة ونوابه وولي عهده الأمين الشيخ محمد بن راشد وولي عهده ونوابه لما تحبه وترضاه. اللهم ارحم الشيخ زايد والشيخ راشد والقادة المؤسسين والشيخ مكتوم والشيخ خليفة والشيخ حمدان وشيوخ الإمارات الذين انتقلوا إلى رحمتك يا رب العالمين. اللهم اغفر للمؤمنين والمؤمنات
والمسلمين والمسلمات الأحياء منهم والأموات، إنك مجيب الدعوات يا قاضي الحاجات. اللهم يا واسع الرحمة يا عظيم المنة اسقنا الغيث ولا تجعلنا من القانطين. اللهم أغثنا، اللهم أغثنا، اللهم أغثنا يا رب العالمين. صلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين، والحمد لله رب العالمين.